നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, വലിയ കോലാഹലമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട്. കോൺഗ്രസിൽ ഉണ്ടാവുന്നതിനേക്കാൾ വലിയ കോലാഹലം ഉണ്ടാകുന്ന മുസ്ലിം ലീഗിലാണ്. മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രങ്ങൾ, ചാനലുകൾ യഥാർത്ഥത്തിൽ വലിയ കോലാഹലമാണ്. കാരണം അവർക്ക് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കി വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, പല രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലീഗ് പറയുന്നത്, ലീഗ് അവസാനം സമ്മർദ്ദതന്ത്രമായി പറയുന്ന മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും ഇങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മതവിഭാഗവും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വവും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ആര് മുഖ്യമന്ത്രിയാകണം, ആരാണ് അവിടെ, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ രീതിയുണ്ട്, BJPയെ സംബന്ധിച്ച് BJPയുടെ രീതിയുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൽ ഒരു മതവിഭാഗം ഇങ്ങനെ തീരുമാനിക്കുകയാണ് ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. അതിൻ്റെ പിന്നിലെ സ്ഥാപിത താല്പര്യങ്ങൾ എന്തായിരിക്കും? ഒരുപക്ഷെ വി.ഡി. സതീശനെ ആക്കണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഈ കാര്യം നേരത്തെയും നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ വിഷയങ്ങൾ. പക്ഷേ കൂടി വരികയാണ്. ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പറഞ്ഞതുപോലെ ശ്രീലൈപ്പ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു അന്ത്യശാസനം കൊടുക്കുന്ന തരത്തിലേക്ക് മുസ്ലിം ലീഗ് വളർന്നിരിക്കുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ വയനാട് സീറ്റുമായി ബന്ധപ്പെട്ടാണ്. വയനാട് സീറ്റ് മറന്നേക്കൂ എന്നൊക്കെ, പ്രിയങ്ക ഗാന്ധിയോട് മറന്നേക്കൂ എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഒരു മതം, ആ മതവിഭാഗങ്ങൾ ആ ജാതി വെച്ചുകൊണ്ടെന്ന് തന്നെ പറയണം. മുസ്ലിം ലീഗ് ജാതി വെച്ചുകൊണ്ടാണല്ലോ വോട്ട് പിടിക്കുന്നത്. പേരിൽ തന്നെ മുസ്ലിം ഉണ്ടല്ലോ. അപ്പൊ എന്നിട്ട് പറയുന്നത് ഞങ്ങൾ മതേതരനാണെന്നാണ്. മതവും ഉണ്ട്, ജാതിയുണ്ട്. കാരണം മുസ്ലിം സുന്നി വിഭാഗം അതെ ലീഗിൽ അപ്രമാദിത്വം. കേരളത്തില് ശരിയാണ്, സുന്നികളാണ് 99%. ഷിയാകളും അഹമ്മദീയരും ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം ശ്രീല പറഞ്ഞ കാര്യം അത് മാത്രമല്ല, പ്രിയങ്കയുടെ വേറെ മണ്ഡലം അന്വേഷിച്ചു എന്ന് പറയുന്നിടത്ത് മാത്രമല്ല. അതായത് പ്രിയങ്ക ഇനി വയനാട് വന്ന് മത്സരിച്ചാൽ വയനാടിനെ ഞങ്ങൾ അമേഠിയാക്കും. അതായത് അമേഠിയിൽ എന്താ സംഭവിച്ചത്? അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു, അമേഠിയിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് അവിടെ സ്മൃതി ഇറാനിയെ ജയിപ്പിച്ചു. അതുപോലെ ഞങ്ങൾ വയനാട് പ്രിയങ്ക വന്ന് മത്സരിച്ചാൽ പ്രിയങ്ക വേറെ മണ്ഡലം തേടിക്കോ എന്ന് പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഒരു സാമാന്യ രൂപത്തിലുള്ള ഒരു ഭീഷണിയാണ് അത്. ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ലീഗിന്റെ കാര്യം നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ലീഗിന്റെ അഭിപ്രായം കേൾക്കാതെ വരുമ്പോൾ ലീഗിന് സ്വാഭാവികമായിട്ടും അതൊക്കെ പറയാനുള്ള ഒരവസരമുണ്ട്. പക്ഷേ ഞങ്ങൾ വയനാടിനെ അമേഠിയാക്കും എന്ന തരത്തിലേക്ക് ആ ഭീഷണി പോകുന്നത് നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുകയല്ലേ? മാത്യു കുഴൽനാടൻ ഒരു ലീഗിന്റെ കാര്യം നോക്കുള്ളൂ, ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നത് മാത്യു കുഴൽനാടന്റെ കോലം കത്തിക്കുക. സന്ദീപ് വാര്യർ, KC വേണുഗോപാലിനാണ് വോട്ട് ചെയ്തതെന്ന് പിന്തുണ കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യരെ ആക്രമിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇപ്പൊ സന്ദീപ് വാര്യരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അവിടെ കൂടുതലുള്ള ഒരാളായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലതിന്റെയും ഉത്തരവാദി സത്യത്തിൽ ലീഗാണോ എന്ന് എനിക്ക് സംശയം. ലീഗിനേക്കാൾ അപകടകാരിയായി ലീഗിന്റെ പുറകിൽ ജമാഅത്തെ ഇസ്ലാമി. ഇപ്പൊ നമുക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന ഇത്തരം വീഡിയോകൾക്ക് വരുന്ന കമന്റുകൾ, ഈ ലീഗിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വരുന്ന കമന്റുകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ലീഗിന്റെ നേതാക്കളെ കുറ്റം, ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറ്റം പറയുമ്പോൾ അതിനൊക്കെ വരുന്ന കമന്റുകൾക്ക് അതിനൊരു ഒരു പൊതുവായ ഒരു സ്വഭാവമുണ്ട്, അതിനൊരു രാഷ്ട്രീയ ചുവയുണ്ട്. പക്ഷേ ഇവിടെ അതല്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ കമന്റ് കണ്ടാൽ വളരെ കൃത്യമായിട്ട് മുസ്ലിം വിഭാഗത്തെ പറ്റിയോ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രീണനങ്ങളെ പറ്റിയോ, പിണറായി വിജയൻ എന്തെങ്കിലും പ്രീണനം കാണിക്കുന്നതിനെ പറ്റിയോ, അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തൊട്ടാൽ സോഷ്യൽ മീഡിയയിൽ എവിടുന്ന് ആൾക്കാർ കൂമ്പാരമായി, എൻ്റെ സോഷ്യൽ മീഡിയയിലൊന്നും ഇങ്ങനത്തെ പൊതുവെ, ഞാൻ ചെങ്ങന്നൂരാണ് ജനിച്ച് വളർന്നത്, എൻ്റെ കൂടെ പഠിച്ചവരോ എൻ്റെ കൂടെ എനിക്ക് പരിചയമുള്ളവരോ ഒന്നും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരില്ല. ഞാൻ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സുഹൃത്തുക്കളും വളരെ കുറവാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ. കുറച്ച് പേരുണ്ട്, അതിപ്പോൾ ഷാഫി പറമ്പിൽ, അങ്ങനെയുള്ള ഈ നമ്മൾ സഹകരിക്കുന്ന ഇടങ്ങളുള്ള എൻ്റെ കൂടെ പഠിച്ച 2-3 പേര്. ഏറ്റവും കുറച്ച് മുസ്ലിംസ് ഉള്ള ഏരിയയാണ് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഏറ്റവും കുറവ് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ സൗഹൃദങ്ങളില്ല മുസ്ലിംസ്. ഞാൻ പഠിച്ച സ്കൂളിലോ കോളേജിലോ, ഞാൻ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്, അവിടെയും വലിയ രീതി 1-2 ഇപ്പോൾ 100 പേരിൽ 2-3 പേരെ ഈ മുസ്ലിംസ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സൗഹൃദങ്ങൾ. പിന്നെ ഞാൻ കോട്ടയം പഠിച്ച സ്ഥലങ്ങളെങ്ങുമില്ല. അപ്പോൾ പക്ഷേ എൻ്റെ സോഷ്യൽ മീഡിയയിലും അങ്ങനെ ഇല്ല, ആൾക്കാർ കുറവാണ്. പക്ഷേ എന്തെങ്കിലും ഒരു കമൻറ്റ് വന്നാൽ
പ്രശാന്ത എവിടുന്ന് ആൾക്കാർ, ഞാൻ തന്നെ ആലോചിക്കും ഇത് എവിടുന്നാണ് ആൾക്കാർ ഈ നമ്മുടെ പോസ്റ്റൊക്കെ നോക്കിയിരുന്നിട്ട് എവിടുന്ന് ആൾക്കാർ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അല്ല, അത് സോഷ്യൽ മീഡിയ ഈ പറഞ്ഞതുപോലെ ഒരു പബ്ലിക് ഡൊമൈൻ ആണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എല്ലാവരും എന്നാലും ഒരു വിസിബിലിറ്റി കിട്ടണ്ടേ, ഇവരുടെ ഇടയിലേക്ക് പോകുന്ന ഒരു വിസിബിലിറ്റി ഉണ്ടാവും. പറയുന്ന കാര്യങ്ങളില് യുക്തി ചെലുത്തി ചിന്തിച്ചിട്ട് വേണം മറുപടി. ഇപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇത്രയേറെ സമയം വേണ്ടി വരുന്നത്? നേരത്തെ നമുക്കറിയാം, കോൺഗ്രസ് വർഷങ്ങളായിട്ട് എല്ലാ തവണയും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിയുമ്പോൾ ഒരു കോലാഹലം ഉണ്ടാകാറുണ്ട്. ആരായിരിക്കും മുഖ്യമന്ത്രി? ഒരു വശത്ത് ലീഡർ കെ കരുണാകരൻ അവകാശവാദം ഉന്നയിക്കുന്നു, മറുവശത്ത് എ ഗ്രൂപ്പ് എ കെ ആന്റണി മിണ്ടാതിരുന്നിട്ട് ഉമ്മൻചാണ്ടിയെ കൊണ്ട് അവകാശവാദം ഉന്നയിപ്പിക്കുന്നു. അങ്ങനെ ലീഡറും എ കെ ആന്റണിയും തമ്മിലുള്ള വടംവലി, ഇതൊക്കെ സ്വാഭാവികമാണ്. അന്ന് ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നത് കൊണ്ട് നമുക്കത് പത്രങ്ങളിൽ കൂടെ അറിയാൻ കഴിയുമായിരുന്നുള്ളൂ. പത്രങ്ങളിലൊക്കെ അത് വരുമായിരുന്നു. അന്ന് ഇത്രയും വിസിബിലിറ്റി ഇതിനില്ലായിരുന്നു. ഇന്നിപ്പോൾ ശരിയാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇന്ന് ചാനലുകളുണ്ട്. അപ്പോൾ അതായത് എന്തെങ്കിലും ഒരു ചുണ്ടൊന്ന് അനങ്ങിയാൽ അത് വാർത്തയാകും. അത് ആ വ്യത്യാസം ഞാനും ഉൾക്കൊള്ളുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ മാത്യു കുഴൽനാടൻ ലീഗിനെ ഓർമ്മിപ്പിക്കേണ്ട ഒരു സാഹചര്യം. ലീഗിന്റെ കാര്യം നോക്കുക. ലീഗ് കോൺഗ്രസിന്റെ കാര്യത്തിൽ അനാവശ്യം രാഷ്ട്രീയ മര്യാദ പോലും അല്ലത്. ആ രാഷ്ട്രീയ മര്യാദ കാണിക്കണം, മുന്നണി മര്യാദ കാണിക്കണം എന്ന് കുഴൽനാടന് പറയേണ്ടി വരിക. അങ്ങനെ പറഞ്ഞ കുഴൽനാടൻ വലിയ സൈബർ അറ്റാക്കിന് വിധേയനാകുക. നോക്കൂ, കേരളത്തിൽ 2 പേരാണ് സൈബർ അറ്റാക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, BJP ഒക്കെ സൈബർ ഇടങ്ങളിൽ ഒരു അനിഷേധ്യ ശക്തിയാണ്. അവർക്ക് അവരുടേതായ ഒരു സംവിധാനവും കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും സംഘടന ചെയ്യുന്നതല്ല, ആൾക്കാർ ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അത് ഉടനെ അന്വേഷിച്ച് കണ്ടെത്തി അത് വാർത്തയാക്കാൻ. സംഘടന കൂടി സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ. സംഘടന ഇപ്പോൾ BJP ആണെങ്കിലും RSS ആണെങ്കിലും സംഘപരിവാർ സംഘടനകളാണെങ്കിലും ആരും പറഞ്ഞിട്ടല്ല സോഷ്യൽ മീഡിയയിലുള്ളവരൊക്കെ സംഘപരിവാറിന് വേണ്ടി എഴുതുന്നത്. സംഘടന ഒരു തരത്തിലും അവരെ ഒരു കാലത്തും അംഗീകരിക്കാറുമില്ല. സംഘടന ഒരു പത്രവും ഒരു ചാനലും നടത്തുന്നുണ്ട്. അതിന്റെ സ്ഥിതി വിഷയം അവിടെ മുഴുവൻ CPM-കാരാ. ചാനലിൽ മുഴുവൻ CPM-ഉം കോൺഗ്രസുകാരും മോദിയെ അച്ഛനെ വിളിച്ചവരുമാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അവര് ഇറങ്ങിയാലും അച്ഛനെ വിളിക്കും. അത് തന്നെ സംഭവിക്കും. മോദിയുടെ അച്ഛനെ വീണ്ടും വിളിക്കും. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംബന്ധിച്ച് വലിയ ജന്മഭൂമി വലിയ പ്രശ്നമാണ്. ജന്മഭൂമിയിൽ ബേസിക്കായി അല്ലാത്തവരുണ്ട് കേട്ടോ, 1-2 ഉണ്ട്. CPM കണ്ടുപിടിച്ച 1-2 പേർ അവിടെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും വേറെ ഒരിടത്തും നടക്കില്ലേ? ദേശാഭിമാനിയിലോ വേറെ ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രങ്ങളിലോ ദേശാഭിമാനിയിലോ ഒന്നും ഇത് നടക്കില്ല. ജന്മഭൂമിയിലും ജനത്തിലും മാത്രമേ ഈ പരിപാടി നടക്കുള്ളൂ. അത് വേറെ കാര്യം. ജനം ചാനൽ ആദ്യം മുതലേ സത്യത്തിൽ ജനം ചാനൽ ആദ്യം മുതലേ മറ്റുള്ളവരുടെ കയ്യിലാണ്. സംഘപരിവാറുമായി ബന്ധമുള്ള ഒരാളും അല്ല അതിനകത്ത് ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ അപ്പോൾ ഈ RSSും കൂടി അങ്ങനെ തുടങ്ങിയാൽ അത് RSSന് കുറെ കൂടെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചേക്കും. എന്തായാലും അതങ്ങനെയല്ല നടക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ സൈബർ അറ്റാക്ക് നടത്തുന്ന 2 കൂട്ടരാണ്. സൈബർ ബുള്ളിയിങ് നടത്തുന്നത് 2 കൂട്ടരാണ്. ഒന്ന് CPM-ഉമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ. 2 നമ്മൾ മുസ്ലിം ലീഗ് ആണെന്ന് തോന്നും, പക്ഷെ മുസ്ലിം ലീഗ് അല്ല. അത് SDPI-യും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും PFI-യും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഈ CPM-ന് വേണ്ടി സൈബർ അറ്റാക്ക് നടത്തുന്ന ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതെ, പോരാളി ഷാജിയും ഇന്നിപ്പോ ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അത് പോട്ടെ, ഞാൻ പറയുന്നത് അവരെ കണ്ടെത്താൻ കഴിയും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ മറ്റത് ഒരു വിധത്തിലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അവർ ഈ പരിസരത്ത് പോലും ഉള്ളവരായിരിക്കില്ല. അവർ ഏതോ ഒരു നാട്ടിലിരുന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ അതിഭീകരമായ വിഷം വമിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ നമ്മൾ ഈ മാത്യു കുഴൽനാടൻ്റെ കാര്യത്തിൽ കണ്ടത്. മാത്യു കുഴൽനാടൻ ലീഗിനെതിരായ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ലീഗിൻ്റെ കാര്യം നോക്കിയാൽ മതി, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ തലയിടണ്ട എന്ന് പറഞ്ഞപ്പോൾ അതിശക്തമായ എതിർപ്പ് വന്നത് സത്യത്തിൽ എന്നെ അത്ഭുതപ്പെട്ടു. കോൺഗ്രസ്, നമ്മൾ ഈ ചർച്ചകളിലൊക്കെ പലപ്പോഴും കോൺഗ്രസിന്റെ ദൗർബല്യം നമ്മൾ പറയാറുണ്ട്, സംഘടനാപരമായ കോൺഗ്രസിന്റെ ദുർബലത ഞാൻ പലപ്പോഴും പറയാറുണ്ട്. മലബാർ പ്രദേശത്ത് ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുപോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ
സ്ഥിതി അതിനേക്കാൾ ഭയാനകം. അതായത് കാലാകാലങ്ങളിൽ കോൺഗ്രസിനെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കാമെന്നും കോൺഗ്രസിനെ ഹിന്ദു എന്ന് പറഞ്ഞ് വിരട്ടി നിർത്താമെന്നും ഇവർക്കറിയാം. കാരണം സോമനാഥ് ക്ഷേത്രത്തിൻ്റെ തകർച്ച മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ കാലത്തും ഹൈന്ദവ ക്ഷേത്രങ്ങളെയോ ഹൈന്ദവമായ എന്തിനെയെങ്കിലുമോ ഹൈന്ദവ സംസ്കാരത്തെയൊക്കെ തൊട്ടുകളിച്ചാൽ അത് കോൺഗ്രസിനൊരു പ്രശ്നമല്ല. അതിനെതിരെ നിൽക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ബേസിക്കായ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് കുറേ കാലമായിട്ട് ഇങ്ങനെ ഇവരെ സമ്മർദ്ദത്തിലാക്കി നിർത്താൻ കഴിയുന്നുണ്ട്. എന്നൊക്കെ മുസ്ലിം ലീഗ് ഭരണത്തിലേക്ക് വന്നോ ആ കാലഘട്ടങ്ങളിലെല്ലാം ഭരണസാരഥ്യത്തിലേക്ക് ഇവരോടൊപ്പം ചേർന്ന് വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം സമ്മർദ്ദ ശക്തിയായി നിന്നുകൊണ്ടാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയാക്കി മാറ്റിയത്, സർവകലാശാലകൾ ഉണ്ടാക്കിയത്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ എന്നും സമ്മർദ്ദ തന്ത്രമാണ്. കഴിഞ്ഞ നമുക്കറിയാം 5ാം മന്ത്രിയെ ചോദിച്ച കാലഘട്ടം അറിയാം. ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ആരെന്ന് കൂടി തീരുമാനിക്കാനുള്ള ഉപമുഖ്യമന്ത്രി ചോദിക്കലല്ല, അറിഞ്ഞു തരണം എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം ഞങ്ങൾ ചോദിക്കില്ല, നിങ്ങൾ അറിഞ്ഞു തരണം. ഒപ്പം ഇപ്പോ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ കൂടിയുള്ള അവസരം കൊടുക്കണമെന്നുള്ളത്. അല്ല, അതാണ് ഈ നമ്മുടെ കേരളത്തിന്റെ ഡെമോഗ്രഫി മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് വെറുതെ അല്ല. ഈ കളക്ടർ പറഞ്ഞില്ലേ തിരൂർ മലപ്പുറം വിഭജിക്കണം. മലപ്പുറം വിഭജിക്കണം, പക്ഷെ വേറെങ്ങും വിഭജിക്കാനോ ഡീലിമിറ്റേഷൻ നടത്താനോ പറ്റില്ല. മലപ്പുറം മാത്രം വിഭജിച്ച് അവർക്ക് നൽകണമെന്ന ആവശ്യമാണ്. ഡീലിമിറ്റേഷൻ എതിരുമാണ്. അതെ അതെ അതെ. അല്ല, അതൊക്കെ ചില പ്രത്യേക പ്രതിഭാസങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ കേരളത്തിന്റെ ഡെമോഗ്രഫി മൊത്തത്തിൽ മാറിയിരിക്കുന്നു. ആ മാറ്റം തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കും. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ കേരളത്തിലെ പ്രത്യേകിച്ചും മലബാർ പ്രദേശത്തെ ആശുപത്രികളെ കുറിച്ച് പണ്ടൊക്കെ ആശുപത്രി നടത്തിയിരുന്നത് ആരാ? സ്വകാര്യ ആശുപത്രികൾ നടത്തിയിരുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്, അല്ലെ? ഇന്നിപ്പോ എത്ര ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആശുപത്രികൾ ഇന്ന് ബാക്കിയുണ്ട്? ആ സ്ഥലത്തെല്ലാം വലിയ തോതിൽ മുസ്ലിം സംഘടനകൾ രംഗത്ത് വരികയും അവർ ആശുപത്രികൾ നടത്തുകയും ചെയ്തു. നല്ല കാര്യം, നടത്തിക്കോട്ടെ. നമുക്ക് ജനങ്ങൾക്ക് മികച്ച ചികിത്സ കിട്ടണം. ഇപ്പൊ ഇവിടെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഇപ്പൊ നടത്തുന്നത് നമ്മുടെ നാട്ടിലുള്ളവരല്ല, വിദേശത്ത് ഇരിക്കുന്ന ചില ശക്തികളാണ് മുതൽ മുടക്കി ഈ ആശുപത്രികൾ അടക്കം വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, കിംസ് മാത്രമല്ലെന്നേ, ബ്ലാക്ക്സ്റ്റോൺ പ്രധാനപ്പെട്ട എല്ലാ ശൃംഖലകളെല്ലാം ആശുപത്രി ശൃംഖല ഒരു വലിയ നെറ്റ്വർക്ക് ആക്കി അതിനെ മാറ്റിയിരിക്കുകയാണ്. അവിടെ നടക്കുന്ന കൊള്ള വളരെ വലുതാണ്. അത് മറ്റൊരു വിഷയമാണ്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഈ പറഞ്ഞതുപോലെ വലിയ സാമ്പത്തിക ചൂഷണം നടക്കുന്നുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ ഈ കേരളത്തിന്റെ ഡെമോഗ്രഫി മാറിയതാണ് ലീഗിനെ പോലുള്ളവർക്ക് ഇത്രയും അഹങ്കാരമുണ്ടാകുന്നത്, ഇത്രയും ധാർഷ്ട്യത്തോടുകൂടി ഇത്ര ഉറപ്പോടുകൂടി ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ഡെമോഗ്രഫി തന്നെയല്ല, കാലാകാലങ്ങളായി രണ്ട് മുന്നണികളുടെയും പ്രീണനവും അല്ല വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്ന് ഇവർക്കറിയാം. നമ്മൾ നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട്, ലീഗിനേക്കാൾ കൂടുതൽ വോട്ട് നേടിയത് BJP ആണ്. ലീഗുമായിട്ട് ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 1 ലക്ഷത്തിന് താഴെ കൂട്ടിക്കോളും. പക്ഷേ BJPക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വോട്ടുണ്ട്. അതേസമയം ലീഗ് ഒരു പ്രത്യേക പ്രദേശത്താണ് ലീഗിന് വോട്ട് കൂടിയിരിക്കുന്നത്. ആ പ്രദേശത്താണ് ലീഗ് മത്സരിക്കുന്നത്. അല്ലാതെ ലീഗ് എല്ലായിടത്തും പാറശാല തൊട്ട് മഞ്ചേശ്വരം വരെ 140 മണ്ഡലങ്ങളിലും ഒരുപോലെ മത്സരിക്കാൻ ലീഗ് തയ്യാറല്ല. അവിടെ ലീഗ് പറയും മുന്നണിയാണ്, കോൺഗ്രസിനോട് മര്യാദ കാണിക്കണം, മറ്റുള്ളവരോട് മര്യാദ കാണിക്കണം. അതൊന്നുമല്ല. ലീഗ് കുറച്ച് കഴിയുമ്പോൾ ഈ മര്യാദയൊക്കെ മാറും. ലീഗ് കൂടുതൽ സീറ്റ് വരുന്ന, അതായത് ഈ 5 കൊല്ലത്തെ ഭരണം കഴിയുമ്പോൾ ഇന്ന് 27 സീറ്റിൽ മത്സരിച്ച ലീഗ് ഒരു 10ലധികം സീറ്റ് കൂടുതൽ ചോദിക്കും. പക്ഷെ അത് ഫലപ്രദമായി ഗുണമുണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗം BJP ആണ്. യഥാർത്ഥത്തിൽ ഈ മുസ്ലിം അല്ലെങ്കിൽ ഇവർ സമ്മർദ്ദതന്ത്രമായി എത്രത്തോളം നിൽക്കുന്നോ അത്രത്തോളം ഹൈന്ദവ ഏകീകരണം സംഭവിക്കും എന്നുള്ളതാണ്. കാരണം ആർക്കും ചിന്തിക്കാനുള്ള അവസരം ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് കഴിയുന്നില്ല എന്നുള്ള. ഇപ്പൊ നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ പോലും വളരെ ന്യൂട്രലായിരുന്ന ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും മാറി ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഈ ലീഗും മറ്റുള്ളവരും. ഈ സമ്മർദ്ദതന്ത്രം കണ്ടാണ് എനിക്ക് ഇത്രയധികം ദേഷ്യം സത്യം പറഞ്ഞാൽ ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മന്ത്രിയെ പ്രഖ്യാപിക്കേണ്ടത് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. അല്ലാതെ ആ മന്ത്രി വരുന്ന വിഭാഗത്തിന്റെ പാർട്ടിയുടെ ചെയർമാനോ പ്രസിഡന്റോ ഒന്നും അല്ല പ്രഖ്യാപിക്കേണ്ടത്. ഇത് കേരളത്തിലെ 5ാമതൊരു മന്ത്രി മഞ്ഞളാംകുഴി അലി എന്ന് പറയുന്ന MLA മന്ത്രിയായിട്ട്, മഞ്ഞളാംകുഴി അലി മന്ത്രിയാകുന്നതിന് ആരാണ് ഇവിടെ എതിര് പറഞ്ഞത്? അത് അവരുടെ മുന്നണിക്കകത്തുള്ള പ്രശ്നമാണ്.
ഇവിടെ അഞ്ചാമതൊരു മന്ത്രി കൂടി ലീഗിൽ നിന്ന് വന്നെന്നും പറഞ്ഞ് കേരളത്തിൻ്റെ ഖജനാവൊന്നും ശൂന്യമായി പോകത്തില്ല, കേരളത്തിൻ്റെ മതേതരത്വം തകർന്നു പോകില്ല, കേരളത്തിലെ ഹിന്ദുക്കളൊന്നും അതിൻ്റെ പേരിൽ വാളെടുത്ത് നിങ്ങളെ ആരെയും വെട്ടാൻ പറ്റില്ല. പക്ഷേ അതിനകത്തൊരു അന്യായം നടന്നു. ആ അന്യായം എന്ന് പറയുന്നത് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുന്നതിന് പകരം അത് ലീഗിന്റെ പണക്കാട് തറവാട്ടിൽ നിന്ന് ആ പ്രഖ്യാപനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ അതിന് എതിര് നിൽക്കും എന്നുള്ള കാര്യം തീർച്ചയല്ലേ. നോക്കൂ, ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായി, ആരെങ്കിലും ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം മുസ്ലിം ആണോ ഹിന്ദു ആണോ? എം ഹസൻ ഇവിടെ മന്ത്രിയായിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും പരാതി പറഞ്ഞു? എത്ര ക്രിസ്ത്യാനികൾ മന്ത്രിയാകുന്നു, എത്ര ഹിന്ദുക്കൾ മന്ത്രിയാകുന്നു? അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഒരു കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് തങ്ങളുടെ മുഷ്കും അഹങ്കാരവും, അതായത് ഞങ്ങളൊരു വലിയ ശക്തിയാണ്, ഞങ്ങളാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് കാണിക്കാൻ, ആ ഹുങ്ക് കാണിക്കാൻ വരുമ്പോഴാണ് ജനം നിങ്ങളെ എതിർക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ആ ഒരു ലീഗിൻ്റെ നയത്തെ തീർച്ചയായിട്ടും എതിർക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെയും ഇപ്പോൾ സംഭവിച്ചിരിക്കണതല്ലേ. മാത്യു കുഴൽനാടനോട് പറഞ്ഞത് ഈ ഹുങ്കല്ലേ മാത്യു കുഴൽനാടനോട് കാണിച്ചത്. അതുപോലെ തന്നെ വി ഡി സതീശന് വേണ്ടി ഇപ്പോൾ ശ്രീല ഒരു കാര്യം ശ്രദ്ധിച്ചോ, സോഷ്യൽ മീഡിയയിൽ വി ഡി സതീശന് വേണ്ടി വലിയ ക്യാമ്പയിൻ നടക്കുന്നു. ആരാണ് ഈ ക്യാമ്പയിൻ്റെ പുറകിൽ? ജമാഅത്ത് ഇസ്ലാമിയും കൂട്ടരുമാണ്. ഈ വാസ്തവത്തിൽ ഈ നരേറ്റീവുകൾ സൃഷ്ടിക്കുന്നത് കേരളത്തെ കേരളമല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അതിന് അവരുടെ താളത്തിന് തുള്ളേണ്ടി വരുന്നു ലീഗിനും പാണക്കാട് തങ്ങൾക്കും എന്ന ഏറ്റവും ഗതികെട്ട ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം പോയിരിക്കുന്നത്. സത്യത്തിൽ പാണക്കാട് തങ്ങളെക്കുറിച്ചോ ലീഗിനെ കുറിച്ചോ നമുക്ക് അങ്ങനെ ഒരു പരാതിയൊന്നും പറയാൻ കേരളത്തിനില്ല. ഒരു മാറാട് കലാപത്തിൽ ലീഗിന് പങ്കുണ്ട് എന്ന് പറയുമ്പോൾ പോലും ലീഗിൽ നുഴഞ്ഞു കയറിയ ഈ പറഞ്ഞ ഭീകരവാദികൾ, PFIക്കാർ, അതുപോലെ അങ്ങനെ പലരും, ആ കാര്യത്തിൽ ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്ക് നേരിട്ട് പങ്കൊന്നും ഉള്ളതായിട്ട് ഒരു തെളിവും ലഭിച്ചിട്ടില്ല. പരോക്ഷമായിട്ട് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് ആരും ആരോപിക്കുന്നുമില്ല. അതുകൊണ്ട് അതവിടെ വിടാം. പക്ഷേ PFIയുടെ കാര്യം അങ്ങനെയല്ല. PFIയെ കുറിച്ച് SDPIയെ കുറിച്ചൊക്കെ കൃത്യമായ തെളിവുകൾ തന്നെ ഈ കാര്യത്തിലുണ്ട്. അങ്ങനെയാണ്. എന്നിട്ടും കേരളത്തിൻ്റെ പൊതുസമൂഹം ലീഗിനെ കുറ്റം പറഞ്ഞില്ല. ലീഗിനകത്ത് ഇവർ നുഴഞ്ഞു കയറി ഉണ്ടാക്കിയ കലാപം എന്നാണ് ഇപ്പോഴും ജനം അതിനെക്കുറിച്ച് പറയുന്നത്. ഇതുപോലും തിരിച്ചറിയാതെ മുസ്ലിം ലീഗ് തങ്ങളുടെ അപ്രമാദിത്വം കാണിക്കാൻ, UDFൽ ഞങ്ങളാണ് വലുത് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. അതിന് കോൺഗ്രസ് വഴങ്ങുന്നില്ല എന്നുള്ള ഒരു കാര്യം വളരെ ആശാവഹമാണ്. അത് പ്രതീക്ഷയേകുന്നതാണ്. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ സമ്മർദ്ദം ഭാവിയിൽ കോൺഗ്രസിനെ മുട്ടുമടക്കേണ്ടി വരും കോൺഗ്രസിന് എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥ കോൺഗ്രസിന്റെ തന്നെ നാശത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പായിരിക്കും. അതെ, അതായത് ഒരു വശത്ത് ഈ പറഞ്ഞതുപോലെ ലീഗ് അതിൻ്റെ എല്ലാ ശൗര്യവും എടുത്തുകൊണ്ട് ഈ ലീഗിനെ ഈ തരത്തിൽ മുമ്പിൽ നിർത്തി കളിക്കുന്ന ചില ശക്തികൾ ലീഗിന്റെ പിന്നിലുണ്ട്. അവർ കളിക്കുന്നതാണ് ഈ കളി എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വ്യയം ചെയ്യണ്ട. പക്ഷെ കോൺഗ്രസ് അത് കുറേയൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം കോൺഗ്രസിൽ നിന്നും എതിർ ശബ്ദങ്ങൾ ഉയരുന്നത്. പണ്ടങ്ങനെയല്ല. ഒരു AK ആന്റണി പറഞ്ഞപ്പോൾ ആ AK ആന്റണിയെ വേട്ടയാടാൻ കോൺഗ്രസിൽ നിന്ന് തന്നെ നേതാക്കൾ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് AK ആന്റണി ഈ ന്യൂനപക്ഷങ്ങളുടെ സമ്മർദ്ദത്തെക്കുറിച്ച് ഒരു 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 പ്രസ്താവന നടത്തിയപ്പോൾ, മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ, അത് അദ്ദേഹം മുസ്ലിങ്ങളെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, ക്രിസ്ത്യാനികളെക്കുറിച്ചും പറഞ്ഞു. അതായത് മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ബലത്തിൽ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തെ ഹൈജാക്ക് ചെയ്യുന്നു, അവരെ ഒതുക്കുന്നു, പാർശ്വവൽക്കരിക്കുന്നു എന്നാണ് ആന്റണി പറഞ്ഞത്. അന്നത് പറഞ്ഞപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നീങ്ങുന്നവരുടെ കാല് വെട്ടും എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് K കരുണാകരനാണ്, ലീഡർ K കരുണാകരനാണ്. ഇതൊന്നും കേരളം മറന്നിട്ടില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഈ ചരിത്രമൊക്കെ മറന്നുകൊണ്ടല്ല ഇന്നത്തെ കേരളം 2026 ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോയത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കണം. ഇവിടെ അത് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാം. മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ് മുട്ടുമടക്കാതെ എത്ര നാൾ ലീഗിന് മുന്നിൽ പിടിച്ചു നിൽക്കും എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. അതും നമ്മൾ കാണാതെ ഇരുന്നുകൂടാ. അതുകൊണ്ട് ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന
ലീഗിൻ്റെ ഈ അപ്രമാദിത്വം, ഈ ഹുങ്ക്, അത് ലീഗ് തന്നെ മനസ്സിലാക്കി ഒതുക്കി വെച്ചാൽ, അല്ലെങ്കിൽ അണികളെ പറഞ്ഞ് ശാന്തരാക്കി യാഥാർത്ഥ്യബോധത്തോടു കൂടി പെരുമാറാൻ പ്രേരിപ്പിച്ചാൽ അത് ലീഗിന് നല്ലത്. എല്ലാ കാലത്തും ലീഗിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമുണ്ടാകും, ലീഗിനൊരു ഇടമുണ്ടാകും, ലീഗിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാകും. ഇല്ലെങ്കിൽ 1947 ഇന്ത്യ വിഭജിക്കാൻ കാരണമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വന്നാൽ അത് നിങ്ങളുടെ തന്നെ വലിയ നാശത്തിലേ അത് കലാശിക്കുകയുള്ളൂ. കാരണം അന്ന് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരല്ല. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യയോട് ആഭിമുഖ്യമുള്ള ഇന്ത്യൻ പാരമ്പര്യത്തോട്, ഭാരതത്തിൻ്റെ സംസ്കാരത്തിനോട് അങ്ങേയറ്റത്തെ കൂറും ആത്മാർത്ഥതയും ഉള്ളവരാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സി ദിവാകരൻ്റെയൊക്കെ വാക്കുകളിൽ പറഞ്ഞാൽ നല്ല ആൺകുട്ടികളാണ്. അതുകൊണ്ട് ലീഗ് സൂക്ഷിച്ച് ഈ കാര്യങ്ങളിൽ ഇടപെടുക. നമ്മുടെ ബഹുസ്വരതയോട്, നമ്മുടെ ജനാധിപത്യത്തോട്, നമ്മുടെ മതനിരപേക്ഷതയോട് ഒക്കെ സമരസപ്പെട്ടു പോയാൽ അത് ലീഗിനും നല്ലതാണ്. ലീഗിന് തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടി തല ഉയർത്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിൽക്കാം. അതിനുള്ളൊരു ഇടം നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ന്യൂനപക്ഷ സംരക്ഷകരായിട്ട് തന്നെ ജനം കരുതും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ മറിച്ചാണെങ്കിൽ നിങ്ങൾ തീക്കൊള്ളിയെടുത്ത് തലചൊറിയുകയാണ്. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ കാരണമായി തീരും. അതിൻ്റെ പാഠങ്ങൾ ബംഗാളിലുണ്ട്, ആസാമിലുണ്ട്, ഉത്തരഭാരതത്തിൽ നിരവധി സംസ്ഥാനങ്ങളിലുണ്ട്. അവിടേക്ക് നിങ്ങൾ ചെന്ന് ചേരരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.